മൂന്ന് മക്കള്, ഭർത്താവ് വിദേശത്ത്. അയാൾ എന്ന് പറഞ്ഞാൽ എന്നാ പറയേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ വിദേശത്ത് കിടന്നിട്ട് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് മക്കളെയും ഭാര്യനെയും പോറ്റാൻ വേണ്ടിയിട്ട് അയാൾ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു. ആ ഒരു നിമിഷത്തിലാണ് ഈ ഇപ്പോൾ കുത്തുന്ന ഫോണുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എല്ലാ റീലുകളും വരുമല്ലോ. ഈ റീലിനെ പറ്റിയിട്ട് ഞാൻ കുറച്ചു കാലം മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ്. അതായത് ചില റീലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കൊച്ചിയിലുള്ള പല ഗുണ്ടകളും വന്നിട്ട് റീല് ചെയ്യുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമുഖങ്ങൾ നടത്തുക, പിന്നെന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ ആരാധകരാകുക, ഇവരെയൊക്കെ ഫാൻ ആകുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടീം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പറ്റിയതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന ഈങ്ങാപ്പുഴ. അവിടെയുള്ള ഒരു സ്ത്രീ ഇതിനിടയ്ക്ക് 2-3 ദിവസം മുമ്പ് മരിച്ചുപോയല്ലോ. അതായത് അവർ ജീവനൊടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ചില വോയിസ് ക്ലിപ്പുകളെല്ലാം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ വോയിസ് ക്ലിപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ അടിക്കുന്ന സാധനം വരെ ഞാൻ പറഞ്ഞു വിടുന്നു. അവിടെയാണ് എനിക്കൊരു വീഡിയോ വേണം എന്ന് തോന്നിയത്. അതായത് നമ്മൾ അടിക്കുന്ന സാധനങ്ങൾ വരെ ഞാൻ പുറത്തു വിടുന്നു. ഇതിൻ്റെ അർത്ഥം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല വീട്ടമ്മമാരും യുവമാരുടെ കെണിയിൽ പെട്ടിരിക്കുകയാണ്. വളരെയധികം സൂക്ഷിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരവസ്ഥ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ MDMA ABCD എന്ന് പറയുന്ന സാധനം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ. ഇന്നലെ ഇപ്പോഴൊരു കൊച്ചു കുട്ടിക്ക് ചോക്ലേറ്റ് കൊടുക്കുകയാണ് ഒരാൾ. ആ ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ചേട്ടോ ഇതിൻ്റെ അകത്ത് മറ്റേ സാധനമൊന്നും പൂത്തി വെച്ചില്ലല്ലോ. സംശയമാണ്. മലയാളികളുടെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയമാണ്. ഇപ്പം എന്തിനധികം പറയുന്നു, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ എല്ലാവർക്കും പേടിയാണ്. ഹോട്ടലിൽ നിന്ന് ചോറ് കഴിച്ചാൽ വരെ ഇതിൻ്റെ അകത്ത് വരെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടാണോ തരുന്നത് എന്നുള്ള ഭയം വരെയുണ്ട്. അതായത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ സാധനം മാത്രമാണ്. അതുകൊണ്ട് ഈ സ്ത്രീ പറയുകയാണ്, നമ്മൾ അടിക്കുന്ന സാധനം വരെ ഞാൻ പറയും, ഞാൻ പുറത്തു വിടും അതിനെ പറ്റിയിട്ട്. അതൊരു വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതായത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ പ്രവാസികളുടെ ഭാര്യമാരെ പറ്റിയിട്ട് പണ്ട് മുതലേ അപവാദമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രവാസികളുടെ ഭാര്യ ഒളിച്ചോടി, പ്രവാസികളുടെ ഭാര്യ അവിടെ പിടിച്ചു, പ്രവാസികളുടെ ഭാര്യ ഇവിടെ പിടിച്ചു. പക്ഷേ ഇതൊന്നും നമ്മൾ തമാശയായിട്ട് തള്ളാൻ പാടില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പം ഈ സ്ത്രീ തന്നെ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചാണ് അവർ പോയത്. അവർ പോയിട്ട് അവർക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ദുരിതത്തോട് ദുരിതമാണ്. അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് ഇങ്ങനെ ഈ സ്ലോയിൽ നടക്കുന്ന ഈ റീലും കണ്ട് അതിന് ലൈക്കും അടിച്ച് അതിന് 2 ലവ് ചിഹ്നവും വിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ അവനുമായിട്ട് ഹായ് ഹൂയി എന്നില്ല ചാറ്റിങ്ങും നടത്തി. അവൻ വിചാരിക്കുന്നത് എന്താണെന്നറിയാം, വന്നോട്ടെ ഒരു 2-3 മാസം നിന്നോട്ടെ എന്നിട്ട് പോയിക്കോട്ടെ എന്നുള്ള തരത്തിലാണ്. പക്ഷേ ഈ സ്ത്രീക്ക് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു. മക്കൾ നഷ്ടപ്പെട്ടു, ഭർത്താവ് നഷ്ടപ്പെട്ടു. ആലോചിച്ച് നോക്കണം നിങ്ങൾ. വളരെ സുഖമായിട്ട് നല്ല കൊട്ടാരം പോലെയുള്ള ഒരു വീട്ടിൽ കഴിയുന്ന ആ സ്ത്രീ ശരിക്കും പറഞ്ഞ അടിയും തൊഴിയും 3 മാസം കൊണ്ട് അടിയും തൊഴിയും ഏറ്റിട്ട് എല്ലും കൂടായി എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അത്രമാത്രം അവരനുഭവിച്ചു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ലാസ്റ്റ് അവസാനം അതായത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ എന്തിനാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ ചിലപ്പോൾ പോകാനുള്ള കാരണം ഇവന്മാർ രഹസ്യമായിട്ട് ചിലപ്പോൾ ഈ സാധനം കൊണ്ടു കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഇതുപോലെ രഹസ്യമായിട്ട് വീട്ടമ്മമാരെ പോലും വഴിതെറ്റിക്കുന്ന ടീമുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര അപകടം തന്നെയാണ്. ഇവിടെ നമ്മൾ പിടിക്കുന്നത് 5 ഗ്രാമും 2 ഗ്രാമും തിന്നോനെ മാത്രമാണ്. ഇത് കൊണ്ടുവരുന്നവൻ ഇപ്പോഴും സുരക്ഷിതനാണ്. അതുമാത്രവുമല്ല, എല്ലാ നമ്മുടെ നിയമപാലകരും ഇതിൻ്റെ പുറകിൽ തന്നെയാണ്. ഇതിൻ്റെ പുറകിൽ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുപോകുന്നുണ്ട്. മറ്റു പരിപാടികളൊക്കെ ഇവിടെ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഇത് മൊത്തമായിട്ട് കൊണ്ടുവരുന്നവനെയാണ് ആദ്യം പിടിക്കേണ്ടത്. പിന്നീട് അവനെ പുറം ലോകം പോലും കാണാതെ, അവന് ചപ്പാത്തിയോ ചിക്കനോ മട്ടനോ കൊടുക്കാതെ ഏതെങ്കിലും ഒരു ഇരുട്ടറയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ചാമിയെല്ലാം കിടക്കുന്നില്ല, അതേപോലെ അങ്ങ് അടച്ചേക്കുക. അതായത് അവരെ പുറലോകം കാണാണ്ടിരിക്കുക. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ അന്യ സംസ്ഥാനത്ത് നിന്നാണ് വരുന്നത്. അതെങ്ങനെയാണ് വരുന്നത്, ഏത് ബസ്സിലാണ് വരുന്നത്, ആരാണ് കൊണ്ടുവരുന്നത് എന്ന് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിലും തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം പിടിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും ടയറിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് കടത്തിയത് പിടിച്ചു, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് ഒളിപ്പിച്ച് കടത്തിയത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തയും വരാറുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, വിദേശ രാജ്യങ്ങളിലും ഇതിൻ്റെ പുറകിൽ ഒരുപാട് മലയാളികൾ ഉണ്ട് താനും. അതായത് മദ്യം കടത്താനും അങ്ങനെ കടത്താനും ഇത് കടത്താനും ഒക്കെ എവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ മലയാളികൾ നമ്പർ 1 ആണല്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ റീലുകൾ കാണിച്ച് ആ റീലുകൾ ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം വീട്ടമ്മമാർ വേറെയുണ്ട്. അവരോടും കൂടി എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഈ റീല് കാണുന്നതല്ല ജീവിതം.
അത് റിയൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെയാണ്. ഇവനൊക്കെ കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുന്നത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇവൻ്റെയൊക്കെ പുറകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അത്രയും വൃത്തികെട്ട സംഭവമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചതിക്കുഴികളിലൊന്നും പോയി ചാടരുത്. നിങ്ങൾക്ക് കിട്ടിയത് ഭർത്താവും അതുപോലെ തന്നെ 3 മക്കളെ, 2 മക്കളാ, 1 മക്കളാ, അതെന്ന് പറയുന്ന പൊന്നാണ്, എൻ്റെ ഭാഗ്യമാണ് എന്ന് വിചാരിച്ചിട്ട് അത് നോക്കി നിൽക്കുക. അല്ലാതെ എന്ന് പറഞ്ഞ് എനിക്ക് അവനെ പോലെ താറ് വണ്ടിയിൽ കയറണം, അല്ലെങ്കിൽ അവനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മുകളിൽ ഈ പിന്നെ പടതിയില്ലാതെ ജീപ്പിൽ കയറണം, എന്നിട്ടിങ്ങനെ അതിൻ്റെ അകത്ത് ഇങ്ങനെ പിടിച്ച് റീലെടുക്കണം. ഈ റീല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നിമിഷത്തേക്കുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞാൽ തീർന്നു കഥ. പലരും എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അതിശയപ്പെടാറുണ്ട്, ഇവിടെ നല്ല രീതിയിൽ ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നവനൊരു പെണ്ണിനെ കിട്ടാനില്ല. ഇങ്ങനെയുള്ള ടീമിനൊക്കെ, അതായത് കുളിക്കാതെ നനക്കാതെ നടക്കുന്ന, ഈ കഞ്ചാവും MDMA അടിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ നീട്ടി ഭ്രാന്തനെ പോലെ നടക്കുന്ന ഇവനൊക്കെ എവിടെ നിന്നാണ് ഇങ്ങനെ പെണ്ണുങ്ങളെ കിട്ടുന്നത്? ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇവിടെ നല്ല രീതിയിൽ പോയിട്ട് ഒരു പെണ്ണൊരു ചെറുപ്പക്കാരുടെ പോറ്റാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് തേപ്പിൻ്റെ പണിയാന്ന്, ഇല്ലെങ്കിൽ ബാർപ്പിൻ്റെ പണിയാന്ന് പറഞ്ഞാൽ പോളേ ഗവൺമെൻറ് ജോലിക്കാരൻ ഇല്ലെങ്കിൽ ഗൾഫുകാർ ഇത് മതി എന്ന് പറയും. ഇങ്ങനെയാണ് ആൾക്കാർ. അതായത് നല്ല മനുഷ്യന്മാർക്ക് ഇവിടെ ഒരാൾ പോലും പെണ്ണ് കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള തെമ്മാടികൾക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്ത്രീധന കൊതിയന്മാർക്കും ഈ പിന്നെ എന്താ പറയേണ്ടത്, പെൺകുട്ടികളെ വിൽക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ ആട്ടി ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കുറേ ടീമുകൾ നമ്മുടെ നാട്ടിലുണ്ട് വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അനാവശ്യ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട്, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു അറിയാം, പണ്ട് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെക്കുന്നൊരു പരിപാടിയുണ്ട്. ആ എഴുതി വെക്കുന്നത് മഹാപകടമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ നമ്പർ വിറ്റ ടീമെല്ലാം പണ്ട്. ഈ നമ്പർ, അതായത് ഇന്ന പെണ്ണിൻ്റെ നമ്പർ അത് വേണേ, ഇന്ന പെണ്ണിൻ്റെ നമ്പർ ഇന്ന് വിളിച്ചോ. കാരണം എന്ന് വെച്ചാൽ വളരെയധികം അത് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം അങ്ങനെയും കുറേ ആളുടെ ജീവിതം നശിച്ചിട്ടുണ്ട്. ഇന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയേൻ്റെ മുന്നിലാണ്. അവിടെ ലവ് ചിഹ്നത്തോട് ലവ് ചിഹ്നമാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ലവ് ചിഹ്നമാണ്. ബായിലൂടെ 4-5 ലവ് ചിഹ്നം നമുക്ക് കൊടുക്കാം, അതുപോലെ തന്നെ ഇങ്ങനെ കുത്തിയിട്ട് ലവ് ചിഹ്നം കൊടുക്കാം. അപ്പം ഇതൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനെയുള്ള ചില ആൾക്കാർ വീണു പോകുന്നത്. ഇവരുടെയൊക്കെ ജീവിതം വളരെ സ്വർഗമാണ്, എന്ത് രസമാണ്, നമ്മളിങ്ങനെ പാറിപ്പാറി നടക്കണം, അയ്യ കുടുംബം കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയാതെ നമ്മൾ പാറിപ്പാറി നടക്കണം. പിന്നെ നമ്മളൊക്കെ ഭാഗ്യവന്മാരാണ്, ആകെയുള്ളൊരു ജീവിതമാണ്. 90 കഴിഞ്ഞാൽ ഈ ജീവിതം എന്തിനു കൊള്ളാം, 50 കഴിഞ്ഞാൽ ജീവിതം ആർക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗുകളും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാറും. നമ്മൾ വിചാരിക്കും, ഭർത്താവ് അവിടെ ഗൾഫിൽ, അയാൾ ഇവിടെ. അതുമാത്രമല്ല, കാമുകൻ നല്ലവനാണെങ്കിൽ അവൻ പറയുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ നിൻ്റെ ഭർത്താവിന് ആടെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടാവും, അറിയാം എനിക്ക്, ആടെ ഇഷ്ടം പോലെ അവൻ അവിടെ ഇന്ന രാജ്യക്കാരുണ്ട്, ആ രാജ്യക്കാരുണ്ട് അവൻ പറയുകയും ചെയ്യും. അപ്പം അങ്ങനെയും കുറേ എണ്ണെന്ന് പറഞ്ഞാൽ ചൂഷണത്തിൽ വീഴും. ഭർത്താവ് അവിടെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്നാ ഇടുന്നെന്ന് വിചാരിക്കും. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ വഴിതെറ്റിക്കാനുണ്ട്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാ ദുരിതത്തിലായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സൂക്ഷിച്ചോ. അതായത് നമ്മൾ ഈ കാണുന്നൊന്നുമല്ല, ഇവന്മാർ റീലെടുക്കുന്നതോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിനടുക്ക് എന്താ വലിയ ഗുണ്ടയാണെന്ന് പറയുന്നുണ്ട്, അയാളുടെ മകളുടെ കല്യാണമാവുമല്ലോ, അവിടെ വന്നത് എന്ന് പറഞ്ഞാൽ കുറേ ഗുണ്ടകളായിരിക്കുമല്ലോ. ഇതാണ് നമ്മുടെ നാട്ടിൽ. അതായത് ഒരുപാട് പേരെ ഉപദ്രവിച്ച, അല്ലെങ്കിൽ ഒരുപാട് പേരെ കണ്ണീര് കുടിപ്പിച്ച ചില ആൾക്കാരൊക്കെ ഇപ്പോഴേ സമൂഹത്തിൻ്റെ മുമ്പിൽ വലിയ വലിയ ആൾക്കാരാണ്. എന്തൊരു വിരോധാഭാസമാണിത്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നന്ദി, നമസ്കാരം. ഇനി ഇതിൻ്റെ പുറകിൽ എനിക്ക് ഭീഷണിയൊന്നും വരുത്തില്ല. രക്ഷിക്കണം, അന്നെ ഭീഷണിപ്പെടുത്തരുത്. ബൈ ബൈ.